നമ്മളിനി നേരെ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. നമുക്കറിയാം തമിഴ്നാട്ടിൽ ഭരണ പ്രതിസന്ധി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും അവിടെ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് തമിഴ്നാട്ടിൽ നമ്മൾ ഈ ഓരോ മണിക്കൂറിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. TVKക്ക് പിന്തുണ നൽകുന്ന കത്തിൽ ഒപ്പിട്ടത് താനല്ലെന്ന വാദവുമായി AMMK MLA കാമരാജ് രംഗത്ത് വന്നു. വ്യാജരേഖ തയ്യാറാക്കിയതിന് വിജയ്ക്കെതിരെ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. എന്നാൽ കാമരാജ് പിന്തുണക്കത്തെഴുതി നൽകുന്ന ദൃശ്യങ്ങൾ TVK പുറത്തുവിട്ടിരുന്നു. ഇതിനിടയിൽ VCK പിന്തുണയിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടായേക്കും. അതിനിടയിൽ തമിഴ്നാട് കോൺഗ്രസ് MLA-മാരെ ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് മാറ്റിയിട്ടുണ്ട്. സുജിചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. സുജിചന്ദ്രൻ, ഒരു വിഭാഗത്തിന്റെ പിന്തുണ ലഭിച്ചു എന്ന് പറയുന്നു, എന്നാൽ അതിൽ തീരുമാനമായിട്ടില്ല. മറ്റൊരു MLA പിന്തുണ നൽകിയെന്ന് പറയുന്നു. നൽകിയെന്ന് കാണിക്കുന്ന വീഡിയോ സഹിതം TVK പുറത്തുവിടുന്നു. എന്നാൽ MLA തന്നെ വന്ന് പറയുന്നു ആ ദൃശ്യങ്ങൾ അത് യാഥാർത്ഥ്യമല്ല, അത് നിർമ്മിച്ചതാണെന്ന്. അതിനൊപ്പം തന്നെ റിസോർട്ട് രാഷ്ട്രീയവും തുടരുന്നു. എന്താണ് ശരിക്കും തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? TVKയ്ക്കുള്ളിൽ നടക്കുന്ന ചർച്ചകൾ എങ്ങനെ? ഈ ഒരു പ്രതിസന്ധിക്ക് ഉടനെങ്ങാനും പരിഹാരം ഉണ്ടാകുമോ? സേതു, ചെന്നൈയിലെ കാലാവസ്ഥ മാറിയിട്ടുണ്ട്. ചെറിയ മഴയൊക്കെ ഉണ്ട് രാവിലെ. പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥ ചൂടുപിടിക്കുകയാണ്, കൂടുതൽ സങ്കീർണമാവുകയാണ്. ഏതായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്ന വിവരം, ഈ അമ്മ മക്കൾ മുന്നേറ്റ ഘടകത്തിന്റെ TTV ദിനകരന്റെ അവരുടെ ഒരു MLA ഉണ്ട്. അയാളുടെ പേര് കാമരാജ് എന്നാണ്, S കാമരാജ്. അദ്ദേഹം TVKക്ക് പിന്തുണ കൊടുത്തതായി നേരത്തെ അറിയിച്ചിരുന്നു. ആ പിന്തുണ കൊടുക്കുന്ന സമയത്ത് വീഡിയോ എടുത്ത് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു TVK. എന്നാൽ ഈ ഒരു പിന്തുണക്കത്ത് വ്യാജമാണെന്നാണ് ഇന്നലെ രാത്രി TTV ദിനകരൻ ഗവർണറെ കണ്ട് ആരോപിച്ചത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെ ഈ പിന്തുണക്കത്ത് സന്തോഷത്തോടെ എഴുതി ഒപ്പിടുന്ന ഈ കാമരാജിന്റെ വീഡിയോ TVK പുറത്തുവിടുകയും ചെയ്തു. എന്നാൽ അതിന് പിന്നാലെ ഈ കാമരാജ് തന്നെ വന്ന് പറയുന്നു അത് ഞാനല്ല എന്ന് പറയുന്നു. അപ്പോ വിജയ്ക്കെതിരെ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ AMMKയുടെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ ഒരു കുതിരക്കച്ചവടം, ഹോഴ്സ് ട്രേഡിംഗ് ഇവിടെ നടക്കുന്നുണ്ട് എന്നാരോപിച്ച് ഒരു പോലീസ് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നീട്ടിവെക്കാം. 10-ാം തീയതിക്കുള്ളിൽ ഭൂരിപക്ഷം തെളിയിച്ചില്ലെങ്കിൽ പ്രസിഡന്റ് ഭരണത്തിലേക്ക് പോകുമെന്നുള്ള സൂചന നേരത്തെ ഗവർണറും നൽകിയിരുന്നു. ആ ഒരു പ്ലോട്ടിലേക്കാണോ കാര്യങ്ങൾ എത്തിക്കുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചതിവാണ് നടന്നത് എന്നും മറ്റുമുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസ് അവരുടെ MLA-മാരെ ഇപ്പോൾ ഹൈദരാബാദിന് ഇന്നലെ രാത്രി മാറ്റിയിരുന്നു. ഇപ്പോൾ അവിടുന്ന് ബംഗളൂരുവിലേക്ക് മാറ്റിയിരിക്കുന്നു. അതേസമയം ഈ AADMKയുടെ അണ്ണാDMKയുടെ MLA-മാരെ പോണ്ടിച്ചേരിയിൽ നിന്ന് ഇപ്പോൾ ചെന്നൈയിൽ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ എല്ലാ MLA-മാരും പളനിസ്വാമിയുടെ വീട്ടിലെത്തി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി പിന്തുണ നൽകും എന്നറിയുന്നു. അങ്ങനെ ആകെ കോംപ്ലിക്കേറ്റഡ് ആണ്. 118 സീറ്റ് തികച്ചുമാവാതെ സർക്കാർ രൂപീകരണത്തിന് ക്ഷണിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് TVK. ക്ഷണിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഗവർണർ. ഇപ്പോൾ CPM-ഉം CPI-യും മാത്രമാണ് പിന്തുണ കൊടുത്തിട്ടുള്ളത്. VCKയുടെ തീരുമാനം ഇപ്പോഴറിയാം. ആ വാർത്താ സമ്മേളനത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. തിരുമാവളവൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ സമയത്ത് കേരളത്തിൽ ഇതിലും വലിയ രാഷ്ട്രീയ നാടകങ്ങളില്ലെങ്കിൽ നമുക്ക് പെരുമാവളവന്റെ വാക്കുകൾ പ്രേക്ഷകരിലെത്തിക്കാം ഒരു 10-15 മിനിറ്റിനുള്ളിൽ.